നെക്സ്റ്റ് വീക്ക് പ്രൊമോയാണ് പറയാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അന്ന് രാത്രിയിൽ തന്നെ വേദ വിക്രമിനെ ഓർത്തും വിക്രം വേദയെ ഓർത്തും ഉറക്കം വരാതെ ആലോചിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് തന്നെ സഹികെട്ട് വേദ വിക്രമിനെ വിളിക്കുന്നുണ്ട്. വിളിക്കുന്ന സമയത്ത് വിക്രമിന്റെ കയ്യിലല്ലായിരുന്നു ഫോണ്, ഇഷിതയുടെ കയ്യിലായിരുന്നു ഫോണ്. ആ സമയത്ത് വേദ ചോദിക്കുവാണ് വിക്രമിനൊന്ന് ഫോണ് കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇഷിത കളിയാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് വേദയെ. അതിനുശേഷം ഫോൺ വിക്രമിന് കൊടുക്കുന്നുണ്ട്. വേദയാണ് വിളിക്കുന്നത് അറിഞ്ഞപ്പോൾ വിക്രമിന് വല്ലാണ്ട് സന്തോഷാകുന്നുണ്ട്. ഫോൺ വാങ്ങി വിക്രം ചോദിക്കുവാണ് വേദയോട് ഉറങ്ങിയില്ലേ താനെന്ന്. ആ സമയത്ത് വേദ പറയുവാണ് ഇല്ല ഉറങ്ങിയിട്ടില്ല. വേദ ചോദിക്കുവാണ് എന്നിട്ട് എങ്ങനെയുണ്ടെന്ന്. അപ്പോ വിക്രം പറയുവാണ് ആ കുറവുണ്ട്, എങ്കിൽ പിന്നെ ഉറങ്ങിക്കോളൂ, ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം വേദ പറയുന്നുണ്ട്. അതിനുശേഷം വിക്രം പറയുവാണ് എന്തായാലും വിളിച്ചതല്ലേ, കുറച്ച് സമയം സംസാരിക്കാം. നീ പണ്ട് വീട്ടിലുണ്ടായിരുന്നപ്പോൾ എനിക്കൊരു സ്വസ്ഥതയും തരുന്നില്ലായിരുന്നു. നമ്മൾ ആ റൂമില് പരസ്പരം തല്ലിപിടിച്ചും കളിയാക്കിയിട്ടും ഇരുന്ന ആ സമയമെല്ലാം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ വേദയ്ക്ക് അങ്ങോട്ട് ചിരി വരുന്നുണ്ട്. ആ സമയത്ത് വേദ പറയുവാണ് എനിക്കും അതൊക്കെ ഓർമ്മയുണ്ട്. എന്നിട്ട് വിക്രം ചോദിക്കുവാണ് നീ എന്തിനാ എന്നെയും വീട്ടുകാരെയും ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങിപ്പോയത്? ആ സമയത്ത് വേദ പറയുവാണ് അതങ്ങനെ സംഭവിച്ചു പോയി, അതിനുള്ള മറുപടി ഉടൻ തന്നെ ലഭിക്കും എന്നും പറയുന്നുണ്ട് വേദ. നീ ആരെയോ പേടിച്ചിട്ടാണ് വീട് വിട്ട് ഇറങ്ങിപ്പോയത്, അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി. നീ പോയപ്പോഴാണ് നീ എന്റെ മനസ്സിൽ നിനക്ക് എത്ര സ്ഥാനമുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. വിക്രം വിഷമത്തോടുകൂടി പറയുന്നുണ്ടായിരുന്നു വേദയോട്. നിന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഞാൻ എത്രമാത്രം കൊതിച്ചിട്ടുണ്ട്. ആരും അറിയാതെ വീട്ടിൽ വന്ന് നിന്നെ ഒന്ന് കാണാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇങ്ങനെ വിക്രം പറയുന്നത് കേട്ടപ്പോൾ വേദയ്ക്ക് ഒരു ചിരി വരുന്നുണ്ട്. സമയത്ത് വേദ പറയുവാണ് അതൊക്കെ ചുമ്മാ, ഈ ഇടയ്ക്കല്ല എൻ്റെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറിയത്, അതിനു മുൻപേ എന്നെ കാണുമ്പോൾ തിരിച്ചറിയാത്ത രീതിയിലല്ലേ നടപ്പ്. എന്നിട്ട് വിക്രം പറയുവാണ് ഇനി അങ്ങനെയല്ല, എനിക്ക് നിന്റെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടം. ആ ഒരു ജീവിതം ലഭിക്കാൻ ഞാൻ വളരെ ആഗ്രഹിക്കുന്നുണ്ട്. ആ കാര്യം വിക്രം അങ്ങ് വേദയോട് തുറന്നു പറയുകയാണ്. പവിത്രമായ ഈ ബന്ധത്തിൽ സർപ്രൈസ് തരാന്ന് പറഞ്ഞില്ലേ, നിന്റെ നിരപരാധിത്വം എല്ലാവരും അറിയണം. അതുമാത്രമല്ല നിന്റെ കൊലയാളിയെ നിയമത്തിന് മുന്നിൽ എത്തിച്ച ശേഷം ഞാനത് പറയും എന്ന് വേദ ഉറപ്പിച്ചു പറഞ്ഞു. ആർക്കും പിരിക്കാനാവാത്ത വിധം അവരുടെ മനസ്സുകൾ അത്രമേൽ അടുത്തിരുന്നു. പിറ്റേന്ന് എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് വേദ വിക്രമിനെ എന്റെ വീട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇഷിതയുടെ കാറിൽ ആരും കാണാതെ തന്നെയാണ് വിക്രമിന്റെ വീട്ടിലേക്ക് വിക്രമിനെ വേദ എത്തിക്കുന്നത്. എല്ലാവരും ഉറങ്ങിയതിനു ശേഷം വേദ വിക്രമിനെ താങ്ങി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ആരും കാണാതെ സൂക്ഷിക്കണമെന്നും ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പോലും എല്ലാവരും എല്ലാ സത്യങ്ങളും അറിയുമെന്ന് ഇഷിത ഓർമ്മിപ്പിച്ചു. നമ്മൾ വിക്രമിനെ സംരക്ഷിക്കുമായിരുന്നു, പക്ഷെ നാളത്തോടെ തന്നെ ഇവിടെ ഞങ്ങൾ വിടും എന്ന് പറഞ്ഞു. ആ സമയത്ത് വേദ എല്ലാ സഹായത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് വിക്രമിനെയും കൊണ്ട് ഇറങ്ങി. വേദ എന്നിട്ട് റൂമിലേക്ക് വിക്രമിനെ കൊണ്ടിരുത്തുന്നുണ്ട്. നേരം മുറിവിൽ നിന്നും ചോര വരുന്നത് കണ്ടപ്പോൾ വേദ അത് തുടച്ചു കളഞ്ഞു. എനിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന വേദയെ വിക്രം പ്രണയപൂർവ്വം തന്നെ നോക്കി നിന്നു. മുറിവിൽ മരുന്ന് വെച്ച് കെട്ടുന്നത് കണ്ടപ്പോൾ തന്നെ വിക്രമിന് വേദയോട് വല്ലാണ്ട് ഇഷ്ടം തോന്നുന്നുണ്ട്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും മറ്റുള്ളവരോട് പറഞ്ഞത് വെറും കള്ളമാണെന്നും എനിക്കറിയാം എന്ന് വിക്രം പറഞ്ഞപ്പോ അച്ഛനെ കുടുംബത്തെ രക്ഷിക്കാൻ വേറെ വഴിയില്ലായിരുന്നു. പക്ഷെ ഇനി ആർക്കും വിക്രമിനെ വിട്ടുകൊടുക്കില്ല എന്നും അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊള്ളാമെന്നും വേദ ഉറപ്പു പറഞ്ഞു. മരുന്നിന്റെ മയക്കത്തിൽ അങ്ങനെ വിക്രം ഉറങ്ങിപ്പോയി. വേദ അവനെ തന്നെ നോക്കി അരികിലിരുന്നു. ഇതേ സമയം തന്നെ പുറത്ത് ശ്രീകാന്ത് ശങ്കരനാരായണനോട് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും വിക്രമിനെ കണ്ടെത്തണമെന്ന്. വേദയുടെ മുറിയിൽ തന്നെ വിക്രം ഉണ്ടെന്ന് സംശയിച്ച ശ്രീകാന്ത് ഇവിടെ തന്നെ പരിശോധിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടു. ശ്രീകാന്ത് മുറിയിൽ തട്ടി വിളിക്കുമ്പോൾ വേദ വിക്രമിനെ ബാത്റൂമിൽ ഒളിപ്പിച്ചു നിർത്തി. ശ്രീകാന്ത് അകത്തേക്ക് കയറി ശോധിച്ചുവെങ്കിലും വിക്രമിനെ അവിടെ എങ്ങും കാണാനായില്ല. നീ അവനെ എവിടെ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാമെന്ന് ശ്രീകാന്ത് ദേഷ്യത്തോടെ വേദയോട് പറഞ്ഞിട്ട് ആ റൂമിൽ നിന്ന് ദേഷ്യത്തോടെ ഇറങ്ങി പോകുന്നുണ്ട്. പോലീസുകാര് വീട് മുഴുവനും അരിച്ചു പെറുക്കുന്നുണ്ട്. വിക്രം വാട്ടർ ടാങ്കിലാണ് ഒളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും അവനെ കണ്ടെത്താനായിട്ടില്ല. വിക്രം ഒളിവിലിരിക്കുന്നത് ശ്രീകാന്തിനും കൂട്ടർക്കും പ്രശ്നമാണെന്ന സത്യം മനസ്സിലാക്കി ശ്രീകാന്ത് പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞു. വിക്രമിന്റെ അച്ഛനെയും അമ്മയും തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ വിക്രം പുറത്തേക്ക് വരും. അരുണിനെ കുത്തിയത് നീയാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ ഞാനാണെന്ന് പറയുന്നുണ്ട്. അവനെ കൊണ്ട് വിക്രമിനെ കൊല്ലിക്കാനാണ്, അതാണ് എന്റെ പ്ലാൻ. അതെ ഞാനാ ഇത് ചെയ്തതെന്ന് വാശിയോടെ തന്നെ പറയുന്നുണ്ടായിരുന്നു ശ്രീകാന്ത്. ഇതെല്ലാം കേട്ട വിക്രം ഇനി ഒളിച്ചിരുന്നാൽ ശരിയാകത്തില്ല എന്ന് തീരുമാനിച്ചു. യഥാർത്ഥ കുറ്റവാളിയെ താൻ തന്നെ
കണ്ടെത്തുമെന്ന വാശിയോടെ വിക്രം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. നേരെ പോയത് ശ്രീനിവാസനെ കാണാനാണ്. ഇവിടെ ഗോഡൌണില് പിടിച്ചു വെച്ചിരിക്കുന്ന പുളിക്കനെ കണ്ട് പിടിച്ച് സത്യം പറയിപ്പിച്ചു. ഇൻസ്പെക്ടർ സാബു ആണ് എന്ന സത്യം വെളിപ്പെടുത്തി. വിക്രം എന്നിട്ട് സാബുവിന്റെ വീട്ടിലേക്ക് എത്തി സാബുവിന്റെ കാല് തല്ലി ഒടിച്ചു. സാബുവിനെയും പുളിക്കനെയും കോടതിയിൽ ഹാജരാക്കിയിട്ട് വിക്രമിന്റെ നിരപരാധിത്വം അവിടെ തെളിയിക്കുന്നുണ്ടായിരുന്നു. ശ്രീകാന്തും ചന്ദ്രശേഖരനും ചേർന്നാണ് ഈ ചതി നടത്തിയതെന്ന് സാബു സമ്മതിച്ചു. പോലീസ് ശ്രീകാന്തിന്റെ വീട്ടിലെത്തി അവനെ അറസ്റ്റ് ചെയ്തു. ശങ്കരനാരായണൻ തന്റെ മകനെ തള്ളിപ്പറഞ്ഞു. സമയം വിക്രം വേദയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കടന്നു വന്നു. ഇനി ഇവൾ എന്റെ ഭാര്യയാണ്, എന്നും ഇനി എന്റെ കൂടെ ഉണ്ട്. വിക്രമാണെങ്കിൽ വേദയുടെ കൈയും പിടിച്ച് അവിടേക്ക് എത്തി. എന്നിട്ട് പറയുവാണ്, ഇനി അവൾ എന്നും എന്റെ ഭാര്യ തന്നെയായിരിക്കും. ചെയ്ത പാപത്തിനുള്ള ശിക്ഷ അനുഭവിക്കും എന്ന് പറയുകയാണ്. വാസവൻ ഇടയ്ക്ക് സത്യം അറിഞ്ഞ വാസവൻ അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. എന്നെ ചതിച്ച ശ്രീകാന്തിനെ വകവരുത്തുമെന്ന് വാസവൻ അലറിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ പോലീസ് ആ സമയം വാസവനെയും അറസ്റ്റ് ചെയ്തു. ഇങ്ങനെ രണ്ടുപേരെയും കൊണ്ടുപോകുന്നുണ്ട് അറസ്റ്റ് ചെയ്ത്. അവസാനം വിക്രമും വേദയും ഒന്നായി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ വിക്രമിന്റെ ജീവിതത്തിലെ സത്യങ്ങളെല്ലാം എല്ലാരും അറിഞ്ഞ സ്ഥിതിക്ക് കഥ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീകാന്തും വാസവനും ജയിലിലായതോടുകൂടി ആ ഒരു വീട്ടിൽ വലിയൊരു ഭാരം ഒഴിഞ്ഞതുപോലെ തോന്നി. ശങ്കരനാരായണൻ ആകെ തളർന്നുപോയിരുന്നു. സ്വന്തം മകൻ ഇത്രയും വലിയ ചതിയനായിരുന്നുവെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും കരുതിയില്ല. മുറ്റത്ത് നിന്നിരുന്ന പോലീസ് ജീപ്പിന്റെ ശബ്ദം നിലച്ചപ്പോ വിക്രം വേദയുടെ കൈ മുറുക്കി പിടിച്ചു. ആ സമയം വേദയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. അത് സങ്കടം കൊണ്ടല്ല, മറിച്ച് തന്റെ വിക്രം നിരപരാധിയാണ് എന്ന സത്യം ലോകത്തിന് മുൻപിൽ തെളിയിക്കാൻ കഴിഞ്ഞതിന്റെ വിഷമമായിരുന്നു അത്. വേദ ശങ്കരനാരായണനോട് പറയുന്നുണ്ട്, അച്ഛാ, ഞാൻ വിക്രമിന്റെ കൂടെ പോകുവാണ്. അദ്ദേഹത്തിന്റെ തോളിൽ കൈവച്ചപ്പോൾ അദ്ദേഹം അങ്ങ് പൊട്ടിക്കരഞ്ഞുപോയി. മോളെ, എന്റെ മോൻ ചെയ്ത തെറ്റിന് ഞാൻ നിന്നോട് എങ്ങനെയാണ് മാപ്പ് ചോദിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ഞാൻ പറയുവാണ്, അച്ഛാ, തെറ്റ് ചെയ്തത് ശ്രീകാന്താണ്. അച്ഛനല്ലല്ലോ തെറ്റ് ചെയ്തത്. അച്ഛൻ അതുകൊണ്ട് തന്നെ ഇനി അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. നമുക്ക് എല്ലാം മറന്നിട്ട് പുതിയ ജീവിതം തുടങ്ങാം എന്ന് വിക്രം പറയുവാണ് ശങ്കരനാരായണനോട്. അങ്ങനെ വേദിയുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ വിക്രം അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. നേരെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വിക്രമും വേദയും നല്ല സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് കയറി വരുന്നത് കാണുമ്പോൾ സുധാകരൻ മാഷിന് വലിയ സന്തോഷം തോന്നുന്നുണ്ട്. വിജയ്ക്കും വിശ്വേട്ടനും എല്ലാവർക്കും സന്തോഷം തോന്നുന്നുണ്ട് വേദയും വിക്രമും ഒന്നിച്ചതിൽ. എനിക്കാണെങ്കിൽ ആ ഒരു കാഴ്ച കണ്ടിട്ട് ഒട്ടും സന്തോഷമേ തോന്നുന്നില്ല. അങ്ങനെ അന്ന് രാത്രി വീണ്ടും ആ പഴയ മുറിയിൽ വിക്രമും വേദയും തനിച്ചായി വഴക്കിട്ടിരുന്ന ആ പഴയ മുറിയിൽ പ്രണയം കൊണ്ട് നിറഞ്ഞിരിക്കുവാണ്. വേദ വിക്രമിന് നൽകാൻ കരുതിയിരുന്ന ആ ഒരു സർപ്രൈസുകളിൽ എടുക്കാൻ സമയമായെന്ന് വേദയ്ക്ക് തോന്നി. വേദ വിക്രമിനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് അലമാരയിൽ നിന്ന് ഒരു ചെറിയ പൊതി എടുത്തിട്ട് വിക്രമിന് നേരെ നീട്ടി. വിക്രമാണെങ്കിൽ ആകാംക്ഷയോടെ അത് നോക്കിയ ശേഷം അതിൽ ഒരു വെള്ളി മോതിരമായിരുന്നു. അതിൽ വിക്രം പ്ലസ് വേദ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. വിക്രം അത്ഭുതത്തോടു കൂടി ആ മോതിരത്തിൽ നോക്കിയതിനു ശേഷം വേദയെ നോക്കി. എന്നിട്ട് ചോദിക്കുവാണ് വിക്രം, ഇതായിരുന്നോ നിന്റെ സർപ്രൈസ്? വേദ ചിരിച്ചുകൊണ്ട് തന്നെ വിക്രമിന്റെ വിരലിൽ ആ മോതിരം ഇട്ടുകൊടുത്തു. എന്നാൽ സന്തോഷങ്ങൾക്കിടയിലും ആയിരുന്നു നിന്റെ സർപ്രൈസ്? വേദ ചിരിച്ചുകൊണ്ട് തന്നെ വിരലിൽ മോതിരം അണിഞ്ഞുകൊടുത്തു വിക്രമിന്റെ. എന്നാൽ സന്തോഷങ്ങൾക്കിടയിലും ചില നിഗൂഢതകൾ ബാക്കിയുണ്ടായിരുന്നു. ചന്ദ്രശേഖരൻ അപ്പോഴും ഒളിവിലായിരുന്നു. ശ്രീകാന്ത് അറസ്റ്റിലായതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി അയാൾ കാത്തിരിക്കുമായിരുന്നു. വാസവന്റെ ഗുണ്ടകൾ അപ്പോഴും നഗരത്തിൽ അലഞ്ഞുകൊണ്ടിരുന്നു. വിക്രമിനെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ചന്ദ്രശേഖരനുമായി കൈകോർക്കുമോ എന്ന് വേദയുടെ ഉള്ളിലുണ്ടായിരുന്ന വലിയൊരു പേടിയായിരുന്നു. അടുത്ത ദിവസം രാവിലെ വീട്ടിലേക്ക് കടന്നു വന്നത് പ്രതീക്ഷിതമായി ദീപ്തിയായിരുന്നു. അവൾ ശ്രീകാന്തിന്റെ ഭാഗത്തു നിന്ന് ചോദിക്കാനാണ് വന്നത്. വിക്രമും വേദയും അവളെ സ്നേഹത്തോടു കൂടി സ്വീകരിച്ചു. കുടുംബ ബന്ധങ്ങൾ ആകുന്ന കാഴ്ചകളായിരുന്നു പിന്നീട് കാണാൻ കഴിഞ്ഞത്. പക്ഷെ അപ്പോഴും ചന്ദ്രശേഖരന്റെ ഫോൺ കോൾ വിക്രമിന്റെ ഫോണിലേക്ക് വന്നു. എടാ, നീ ജയിച്ചുവെന്ന് കരുതണ്ട വിക്രം, കളി ഇനി തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ എന്ന് അദ്ദേഹത്തിന്റെ സന്ദേശം. ശ്രീകാന്തിന്റെ ഈ ചെയ്തികളെല്ലാം അറിഞ്ഞ ശേഷം ശങ്കരനാരായണന് വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു. ഇത്രയും കാലം എല്ലാവരും ചേർന്ന് വിക്രമിനെയാണല്ലോ കുറ്റപ്പെടുത്തിയത്. അതുപോലെ തന്നെ എന്റെ സ്വത്തിന്റെ ആ ഒരു സാമ്രാജ്യം മുഴുവനും വിക്രമിന്റെ
പേരിലേക്ക് അങ്ങ് എഴുതി കൊടുക്കുവാണ് ശങ്കർ നാരായണൻ. കമ്പനികൾ എല്ലാം തന്നെ വേദയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി വേദയ്ക്ക് കൂട്ടായി വിക്രമും ഉണ്ടായിരുന്നു. ശ്രീകാന്തിന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും വേദയ്ക്ക് കൈമാറിയ. അതുപോലെ തന്നെ വിക്രം വേദയ്ക്ക് തണലായിട്ട് തന്നെ കൂടെ ഉണ്ടായിരുന്നു. ശ്രീകാന്തിന്റെ പേരിലുള്ള എല്ലാ കമ്പനികളും വേദയ്ക്ക് കൈമാറി. ചന്ദ്രശേഖരന്റെ അവസാനത്തെ കെണിയും അങ്ങനെ പാളി പോകുന്നുണ്ട്. ഇങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് മുന്നേറി. വേദയും വിക്രമും പ്രണയിച്ചു കൊണ്ടേയിരുന്നു. പ്രശ്നങ്ങളെല്ലാം വരുമ്പോഴും വേദ വിക്രമിന് കരുത്താകുന്നുണ്ട്. ഇനി വരാൻ പോകുന്നത് ഒരു അടിപൊളി എപ്പിസോഡുകളാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.